ഹലോ എവ്രി വൺ. ജനിച്ചത് മുതൽ അമ്മയ്ക്ക് കഷ്ടങ്ങൾ മാത്രം കൊടുത്തൊരു മകൾ. അവൾ ചെയ്തൊരു ചെറിയ കാര്യം അവളുടെ അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയായി. താൻ കാരണമാണ് അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത്, അതുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും. ഈ കാര്യം കൊണ്ട് അവൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അവസാനം അവൾക്ക് അവളുടെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നൊക്കെ വളരെ ഇമോഷണലായി നമുക്ക് കാണിച്ചു തന്ന സിനിമയാണ് 2023 പുറത്തിറങ്ങിയ ഹായ് മോം എന്ന ചൈനീസ് സിനിമ. ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കം, അതായത് കഥയുടെ തുടക്കം 1982 ചൈനയിൽ ജീവിക്കുന്ന ലീ എന്നൊരു സ്ത്രീക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. ഈ കുട്ടിയുടെ പേര് ജിയ. ജിയ ജനിക്കുമ്പോൾ തന്നെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് സൈസ് കൂടുതലായിരുന്നു. സംസാരിക്കാൻ തുടങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം അച്ഛ അല്ലെങ്കിൽ അമ്മ എന്നായിരിക്കും പറയുന്നത്. എന്നാൽ ജിയ എനിക്കിനിയും കഴിക്കാൻ വേണം, മോർ മോർ എന്നായിരുന്നു അവൾ ആദ്യമായി സംസാരിച്ചത് പോലും. അവളുടെ അമ്മയുടെ കൂടെ സ്കൂളിലേക്ക് പോയി വരുമ്പോൾ പോലും പാൻറിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരും. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിരിക്കുമ്പോൾ അത് അവളുടെ അമ്മയ്ക്ക് വലിയ നാണക്കേടായി തോന്നി. ഇടയ്ക്കിടയ്ക്ക് ജിയ എവിടെയെങ്കിലും വീണ് അവളുടെ പാൻറ് കീറിക്കൊണ്ടുവരും. അവളുടെ അമ്മയും പാൻറ് കീറിയത് അറിയാതിരിക്കാൻ വേണ്ടി ആ കീറിയ സ്ഥലത്തെല്ലാം ഓരോ ബൊമ്മകളെ തുന്നിക്കൊടുത്ത് കീറിയത് മറയ്ക്കും. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ജിയയ്ക്ക് പഠിപ്പ് തലയിൽ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിലും ഫെയിലാവും. അങ്ങനെ മാർക്ക് വളരെ കുറവായതുകൊണ്ട് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് അവളുടെ അമ്മയെ വിളിച്ച്, നിങ്ങളുടെ മകൾ പഠനത്തിൽ വളരെ മോശമാണ്, ഇവളെ കൊണ്ട് ഈ സ്കൂളിന് ചീത്തപ്പേര് വരും, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ജിയയ്ക്ക് TC കൊടുക്കേണ്ടി വരും എന്ന് പറയും. ഇത് കേട്ട ജിയയുടെ അമ്മയ്ക്കും വലിയ വിഷമമായി. എന്നിട്ട് അമ്മ ജിയയോട്, ഇനി എന്നാണ് എനിക്ക് അഭിമാനിക്കാനാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നീ ചെയ്യുക എന്ന് ചോദിച്ചതും അതിന് ജിയയ്ക്ക് ഉത്തരമില്ലായിരുന്നു. അവൾ വളരെ വിഷമത്തോടെ നിന്നു. അങ്ങനെ ഒരു വിധത്തിൽ സ്കൂൾ പഠനം കഴിഞ്ഞു. ഇനി കോളേജിൽ ചേരേണ്ട സമയമാണ്. എന്നാൽ ഇവൾ വാങ്ങിയ മാർക്കിന് ഒരു കോളേജിലും സീറ്റ് കിട്ടിയില്ല. ഇതറിഞ്ഞ അമ്മയ്ക്ക് വിഷമമാകുമെന്ന് കരുതി ജിയ ഒരു വലിയ കോളേജിൽ സീറ്റ് കിട്ടിയതുപോലെ ഫോം എല്ലാം റെഡിയാക്കി ജിയ അവളുടെ അമ്മയെ കൊണ്ടു ചെന്ന് കാണിക്കും. ഇത് കണ്ട അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് അവിടെയുള്ള റിലേറ്റീവ്സിന്റെ അടുത്തെല്ലാം ഇത് കാണിച്ച് അഭിമാനിച്ചു. എന്നാൽ പാവ അമ്മയ്ക്കറിയില്ല ഇത് ഫേക്ക് ഫോം ആണെന്ന കാര്യം. ആ സമയം അവിടേക്ക് ജിയയുടെ ആന്റി ക്വിൻ വന്നു. ക്വിൻ അവിടേക്ക് വന്നത് ജിയയുടെ മറ്റൊരു ആന്റിയായ ബാവോയ്ക്ക് തീരെ ഇഷ്ടമായില്ല. ഇത് ശ്രദ്ധിച്ച ജിയയും എന്തു പറ്റി ആന്റി എന്ന് ബാവോയോട് ചോദിച്ചു. ക്വിൻ ഒരു പണക്കാരനെയാണ് കല്യാണം കഴിച്ചത്. സോ പണം കൂടുതലായതുകൊണ്ട് അവൾ പൊങ്ങച്ചം കാണിക്കും. നീ അവളെ ഒന്ന് നോക്കിയേ, വെള്ളം കുടിക്കാൻ എന്ന പേരിൽ അവൾ അവളുടെ പുതിയ വാച്ച് എല്ലാവരെയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതാർക്കും മനസ്സിലാവില്ല എന്നാണ് അവളുടെ വിചാരം എന്നൊക്കെ ദേഷ്യത്തിൽ പറയും. ലിന്നും ബാവോയും ക്വിന്നുമെല്ലാം ചെറുപ്പത്തിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ക്വിൻ ജയിച്ച് ഒരു TV സമ്മാനമായി വാങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ക്വിൻ അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ബാവോയും ജിയയോട്, നിന്റെ അമ്മയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവളൊന്നും ഒരു പ്ലെയറേ അല്ല. അന്ന് നിന്റെ അമ്മ ആ മാച്ചിൽ ജയിച്ചിരുന്നുവെങ്കിൽ അവളുടെ ലൈഫ് തന്നെ മാറിപ്പോയേനെ എന്നൊക്കെ പറയും. അത് മാത്രമല്ല, ക്വിൻ വീണ്ടും അഭിമാനത്തോടെ, എൻ്റെ മകൾ സിനിമയിൽ ഒരു ഡയറക്ടർ ആവാൻ പോവുകയാണ്, അവൾക്ക് മാസം $70,000 ശമ്പളം എന്നൊക്കെ പറയുന്ന സമയത്ത് ബാവോയും, ഞങ്ങളുടെ മകളെ നീ അത്ര കുറച്ച് കാണണ്ട, അവൾക്ക് വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നും പറഞ്ഞ് ആ ഫോം എടുത്ത് കാണിച്ച് ജിയയുടെ ബാഗിൽ തിരിച്ചു വെക്കും. ജിയയുടെ അമ്മ ലീയും ഇത് കണ്ട് ആ ഫോം പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കോളേജിന്റെ സീലില്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ജിയ വാങ്ങിയ മാർക്കിന് എവിടെയും സീറ്റ് കിട്ടിയില്ല. ഇതറിഞ്ഞ അമ്മയ്ക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ഫേക്ക് ആയിട്ടുള്ള ഈ ഫോം ജീൻ റെഡിയാക്കിയത്. ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും മുന്നിൽ ലീ വളരെ അപമാനിതയായി. അമ്മയുടെ വിഷമം കണ്ട് ജിയും, അമ്മ, ഞാൻ കാരണമല്ലേ അമ്മയ്ക്ക് ഇത്ര വിഷമിക്കേണ്ടി വന്നത്, ഞാനൊന്നും ജനിക്കാനേ പാടില്ലായിരുന്നു, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊക്കെ ജിയ അമ്മയോട് പറയുമ്പോൾ അമ്മയും അവളോട്, ആരാ അങ്ങനെ പറഞ്ഞത്, എന്നെങ്കിലും നിന്നെ കൊണ്ട് ഞാൻ അഭിമാനിക്കുന്ന ഒരു ദിവസം വരും, നീ വേറൊന്നും വിചാരിച്ച് മനസ്സ് വേദനിപ്പിക്കരുത് എന്നും പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിക്കും. എന്നിട്ട് രണ്ടുപേരും ചിരിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജിയ അമ്മയോട്, അമ്മ, ഞാൻ എന്തെങ്കിലും ഒരു പണക്കാരിയാവും, അപ്പോൾ അമ്മയ്ക്ക് വാങ്ങിത്തരേണ്ട ലിസ്റ്റ് തയ്യാറാക്കി വെച്ചോ, എന്ത് വേണം, വീട് വേണോ, സ്വർണം വേണോ, അല്ലെങ്കിൽ കാറ് വേണോ,
എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയിട്ട ഒരു കാറ് നോക്കിക്കൊണ്ട് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിലെ വന്ന ഒരു ലോറി ഇവരുടെ സൈക്കിളിൽ ഇടിക്കും. താഴെ വീണതിൽ ജിയയ്ക്ക് വലിയ പരിക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ സൈക്കിൾ ഓട്ടിയ അവളുടെ അമ്മയ്ക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കുകൾ പറ്റി. ഏകദേശം മരണത്തോട് മല്ലിടുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ജിയ അലറിക്കരഞ്ഞു. എന്നിട്ട് അമ്മ, ഞാൻ ഉറപ്പായും അമ്മയെ ഒരിക്കൽ അഭിമാനപ്പെടുത്തും, അതുവരെ പ്ലീസ് എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ പെട്ടെന്ന് ആ സ്ഥലം ഇരുട്ടായി മാറി വന്നു. ബെഡില് അവളുടെ അമ്മയെയും കാണുന്നില്ല. അവൾക്ക് ഭയം തോന്നി. എന്താണ് നടക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരാന്തയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ TV-യിൽ 1981 നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ജിയ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്ന പോലെ കാണിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ജിയ ആ TV-യിൽ കണ്ട സ്ഥലത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അവൾ ആകാശത്ത് നിന്ന് വന്ന് വീണത് ഇങ്ക് എന്നൊരു പെൺകുട്ടിയുടെ മേലെയാണ്. അപ്പോൾ ഇങ്കിന്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഇങ്കിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ജിയയെ എടുത്തു മാറ്റി നോക്കി. എന്നാൽ ഇങ്കിന് വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. എന്നാലും അവളെ എടുത്തു പൊക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇങ്ക് അവിടെ അടുത്തുള്ള ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവരെല്ലാവരും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണ്. എല്ലാവരും ഇങ്കിനെന്താ പറ്റിയത് എന്ന പരിഭ്രമത്തിൽ ജിയയെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഒരുത്തൻ മാത്രം ഇവളെ ആരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നും പറഞ്ഞ് അവനെ കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ജിയയെ എങ്ങനെയൊക്കെയോ എടുത്ത് പുറത്തു കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ആശുപത്രിയിൽ നിന്ന് ജിയയുടെ മയക്കം തെളിഞ്ഞതും അവളെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് വന്നവൻ ജിയയോട്, നീ കാരണമാണ് ഇങ്ങനെ ഈ അവസ്ഥ വന്നത്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കാരണക്കാരി നീ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഈ പേപ്പറിൽ എഴുതിക്കൊണ്ട എന്ന് പറയുമ്പോഴാണ് ഇവന്റെ പേര് എന്താണെന്ന് ജിയയ്ക്ക് മനസ്സിലായത്. ഇവന്റെ പേര് സാങ്. ഈ സാങ് ആണ് ഫ്യൂച്ചറിലെ ജിയയുടെ അങ്കിൾ. ജിയ സാങ്ങിനോട്, അങ്കിൾ സാങ് സുഖമാണോ, എന്നെ മനസ്സിലായോ, ഞാനാണ് ജിയ എന്ന് പറഞ്ഞതും സാങ്ങിന് ഒന്നും മനസ്സിലായില്ല. ഇതെന്താ ഇങ്ങനെയെന്നും പറഞ്ഞ് അവിടെയുള്ള കലണ്ടറിലേക്ക് നോക്കിയപ്പോഴാണ് ഇവളിപ്പോൾ ഉള്ളത് 1981 അവൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ടൈം ട്രാവൽ ചെയ്തതാണോ, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അവളുടെ അമ്മയില്ല. പകരം വേറെ ആരോ ആണുള്ളത്. ഇവളെന്താ നോർമൽ അല്ലേ എന്ന് ഇവളുടെ പെരുമാറ്റം കണ്ട് സാങ് ജിയയെ പിടിച്ചു വെച്ച്, നിന്റെ പെരുമാറ്റം ശരിയല്ല, വാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവളെ പിടിച്ചു വലിക്കും. ആ സമയം അവിടേക്ക് ഇങ്ങും വരും. ഈ ഇങ്ക് വേറെ ആരുമല്ല, ജിയയുടെ അമ്മ ലീ ആണ്. ഇവളുടെ മുഴുവൻ പേര് ലീ ഇങ്ക് എന്നാണ്. ജിയയ്ക്ക് ഇങ്കിനെ കണ്ടതും ഇത് തൻ്റെ അമ്മയാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇങ്കിന്റെ അടുത്ത് ചെന്ന്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ നിങ്ങളുടെ മകൾ ജിയയാണ്, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞതും ഇവൾ ആരാ, ഇവളുടെ സംസാരമൊന്നും ശരിയല്ലല്ലോ, ഇങ്ക് നിനക്ക് ഇവൾ അറിയോ എന്ന് സാങ് ഇങ്കിനോട് ചോദിക്കും. ഇങ്കും ഇവളുടെ മുഖം എനിക്കറിയുന്നത് പോലെയുണ്ട്, നീ എൻ്റെ കസിൻ അല്ലേ എന്ന് ചോദിക്കും. ജിയയും തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി അതെ അതെ ഞാൻ നിങ്ങളുടെ കസിൻ ആണെന്ന് കള്ളം പറയും. ഇങ്ക് ജിയയോട് ആന്റിക്ക് സുഖമാണോ എന്നൊക്കെ വിശേഷങ്ങൾ തിരക്കും. ഇത് കണ്ട് കൺഫ്യൂഷനായ സാങ്ങും, നിർത്ത് ഇത് നിന്റെ കസിൻ തന്നെയാണോ, ഇവളെ കാണാൻ മത്തങ്ങയെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വേറൊരു പെണ്ണ് വരും. ഇവളുടെ പേര് ബാവോ, അതായത് ഫ്യൂച്ചറിലെ ജിയയുടെ ആന്റി. ബാവോ ഇങ്കിന്റെ അടുത്ത് വന്ന്, കടയിൽ TV സ്റ്റോക്ക് വന്നിട്ടുണ്ട്, പെട്ടെന്ന് പോയാലേ നമുക്ക് TV വാങ്ങാൻ കഴിയുള്ളൂ, വാ പോവാന്നും പറഞ്ഞ് എല്ലാവരും ബസ് കയറി തിരക്കിട്ട് അങ്ങോട്ടേക്ക് പോവും. ഒരു വിധത്തിൽ കടയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ആളുകളുടെ തിരക്കായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു TV വാങ്ങുക എന്നത് ഒരു സാധാരണ കാര്യമല്ല. ഇവരുടെ കൂടെ ഇങ്കിന്റെ ഫ്രണ്ട് ക്യുന്നുമുണ്ട്. ആരാണ് ആദ്യം പോകുക എന്നതിന് ഇവർ രണ്ടുപേരും അടിയുണ്ടാക്കുന്നുണ്ട്. ഒരു വിധത്തിൽ തിക്കും തിരക്കും കൂട്ടി മുന്നിലേക്ക് വന്നപ്പോൾ അവിടെ ഇനി ഒരു TVയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ അതിന് ഇങ്കും ക്യുന്നും തമ്മിൽ അടിയായി. നിങ്ങളിങ്ങനെ അടിയുണ്ടാക്കുന്നതിന് പകരം ഇത് വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുത്തൂടെ എന്ന് കടക്കാരി ചോദിച്ചു. ഇത് കേട്ട ജിയയും ഒരു പ്ലാൻ ഇട്ട് കടക്കാരിയോട്, മാഡം എനിക്ക് കണ്ണ് കാണില്ല, എന്താ ഞാനൊരു TV വാങ്ങണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറയും. കടക്കാരിയും ഇവിടെ ഒരേ ഒരു TVയേ ഉള്ളൂ, നീ വേണമെങ്കിൽ റേഡിയോ വാങ്ങിക്കോ എന്ന് അവളോട് പറയും. അപ്പോൾ ജിയയും കരഞ്ഞുകൊണ്ട്, എനിക്ക് ഒരു അനിയനുണ്ട്, അവന് തീരെ ചെവി കേൾക്കില്ല, അവനെങ്ങനെ റേഡിയോ കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞ് കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഇങ്കും, നീ വിഷമിക്കണ്ട, നിനക്ക് TV അല്ലേ വേണ്ടത്, ഇത് നീ വാങ്ങിക്കോ, വേണമെങ്കിൽ പണം ഞാൻ തരാമെന്നും പറഞ്ഞ് ഇങ്ക് അവളുടെ കയ്യിലുള്ള കാശ് കൊടുക്കും. ഇത് കണ്ട അവിടെ കൂടി നിന്നവരും ഇത് അഭിനയമാണെന്ന് മനസ്സിലാക്കാതെ ഇവള് തന്നെ TV വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വിട്ടുകൊടുക്കും.
ഇങ്ക് ആഗ്രഹിച്ച പോലെ അവൾക്ക് ടിവിയും കിട്ടി. ഇത് കണ്ട് ജിയയുടെ ആന്റി ബാവോയ്ക്കും സന്തോഷമായി. ജിയയ്ക്കും അവളുടെ അമ്മയുടെ സന്തോഷം കണ്ട് ആനന്ദ കണ്ണീര് വന്നു. ഇങ്ക് ടിവി വാങ്ങിയത് അവളുടെ കൂടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ടിവി കാണാൻ വേണ്ടിയാണ്. അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ മാച്ച് കണ്ട് എൻജോയ് ചെയ്തു. ഇങ്ക് ടിവി വാങ്ങിയത് കൊണ്ട് ക്വിന്നിന് അവളോട് അസൂയ തോന്നി. എന്നിട്ട് നീ ടിവി വാങ്ങി, എന്നാൽ വോളിബോൾ മാച്ചിൽ ഞാനേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. അപ്പോഴാണ് ജിയയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഫ്യൂച്ചറിൽ ബാവോ ജിയയോട് നിന്റെ അമ്മ ആ വോളിബോൾ മാച്ചിൽ ജയിച്ചിരുന്നുവെങ്കിൽ അവളുടെ ലൈഫ് തന്നെ മാറിയേനെ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജിയ നേരെ ഇങ്കിന്റെ അടുത്ത് വന്ന് നിങ്ങൾ എന്തായാലും ആ വോളിബോൾ മാച്ചിൽ ജയിക്കണമെന്ന് പറയും. എന്നാൽ ഇങ്കിന് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും ജിയ, നിങ്ങൾ അത് കളിക്കുന്നത് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പ്ലീസ് എനിക്ക് വേണ്ടി വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതും ഇങ്കും അതിന് സമ്മതിക്കും. വോളിബോൾ മാച്ച് കളിക്കണമെങ്കിൽ അതിനാദ്യം ടീം വേണം. സോ ഇങ്ക് പോയി പഴയ ടീം മെമ്പേഴ്സിനെ ഓരോരുത്തരെയായി മീറ്റ് ചെയ്യും. ഒരുത്തി എനിക്ക് കൃഷിപ്പണി എടുക്കാൻ തന്നെ സമയമില്ല എന്ന് പറയും. വേറൊരുത്തി എൻ്റെ തലയിലെ മുടിയെല്ലാം പോയി കഷണ്ടിയായി, ഞാൻ എങ്ങനെ പൊതുസ്ഥലത്ത് വന്ന് കളിക്കും എന്ന് പറയും. ജിയ, ഇങ്ക്, ബാവോ 3 പേരും ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നടന്നു പോകുമ്പോൾ അവിടേക്ക് 3 റൗഡികൾ വരും. ഇവരാരാണെന്ന് വെച്ചാൽ ജിയ അന്ന് ടിവി വാങ്ങിയ കടയിൽ ഇവന്മാരും ഉണ്ടായിരുന്നു. ജിയ കള്ളത്തരം കാണിച്ച് ടിവി വാങ്ങിയതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വേണമെന്ന് വെച്ച് ഇവരോട് പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇവന്മാര് റൗഡികളൊന്നുമല്ല, എന്നാലും റൗഡികളാണെന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്ന ഡമ്മി പീസുകളാണ്. അത് മാത്രമല്ല, ഇങ്കനോടുള്ള ദേഷ്യത്തിന് ക്വിന്നാണ് ഇവന്മാർക്ക് പൈസ കൊടുത്ത് പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞു വിട്ടത്. ക്വിന്നാണ് ഇങ്ങനെ ചെയ്തതെന്നറിഞ്ഞ് ഇങ്കും അവൾ വെറുതെ വിടാൻ പാടില്ല, മാച്ച് എന്തായാലും ജയിച്ചേ മതിയാവൂ എന്ന് അവൾക്ക് വാശിയായി. തലയിൽ കഷണ്ടി വന്ന ആ പെണ്ണിന് തൽക്കാലത്തേക്ക് നായുടെ രോമം ഒട്ടിച്ചു വെച്ച് പ്രശ്നം സോൾവ് ചെയ്യും. പിന്നെ കൃഷി ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പെണ്ണിന് വേണ്ടി ജിയ ആ റൗഡികളുടെ അടുത്ത് പോയി നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച നിങ്ങളെ ഈ സിറ്റിയിലെ വലിയ ഡോൺ ആക്കാമെന്ന് പറഞ്ഞതും അവരും ഹെൽപ്പ് ചെയ്യാനായി പാടത്തേക്ക് വന്ന് പണിയെടുക്കാൻ തുടങ്ങി. ഇപ്പോ ടീം റെഡിയായി, മാച്ച് കളിക്കാനായി എല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ്. അതില് ഒരു പെണ്ണ് മര്യാദയ്ക്ക് കളിക്കുന്നില്ല. ഇത് കണ്ട ജിയയും അവളുടെ അടുത്ത് ചെന്ന് നീ മാത്രമാണ് ശരിയായിട്ട് കളിക്കാത്തത്, നീ കാരണമാണ് ഈ ടീം തോൽക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും. അതിനാ പെണ്ണും എനിക്കാണോ കളി അറിയില്ല എന്ന് പറഞ്ഞത്, ദേ നോക്ക് എന്നും പറഞ്ഞ് ബോള് മേലോട്ടേക്ക് അടിക്കും. എന്നാൽ അതിന്റെ കൂടെ അവളുടെ കൈയും പഞ്ചറായി. ഇപ്പോ അവളുടെ കൈ ഒടിഞ്ഞത് കാരണം ടീമിൽ ഒരാളുടെ കുറവുണ്ട്. സോ കളിക്കാനായി ജിയയെ കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ അതില് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിയയ്ക്ക് വോളിബോളിന്റെ ABCD അറിയില്ല. പിന്നെ എങ്ങനെ അവള് മാച്ച് കളിക്കും? അതിലും ഫസ്റ്റ് ബോള് ഇവളോട് അടിക്കാൻ പറയും. ഇവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. എന്തായാലും വേണ്ടില്ല എന്നും പറഞ്ഞ് അവള് ബോൾ എടുത്തടിക്കും. എന്നാൽ അത് നേരെ പോയി കൊണ്ടത് കഷണ്ടി തലയുള്ള ആ പെണ്ണിന്റെ തലയിലായിരുന്നു. അവൾ ഒട്ടിച്ചു വെച്ചിരുന്ന മുടിയും താഴെ വീണു. അത് കണ്ട കാണികളും ചിരിക്കാൻ തുടങ്ങി. നാണക്കേടായതുകൊണ്ട് ആ പെണ്ണ് തലയിൽ കൈവച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. ഇങ്ക് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോ ഒരാളില്ലെങ്കിൽ എന്താ, നമ്മൾ ഈ മാച്ച് ജയിക്കുമെന്ന് എല്ലാവർക്കും മോട്ടിവേഷൻ നൽകി കളിക്കാൻ ആരംഭിക്കും. ജിയയ്ക്ക് തീരെ കളിക്കാൻ അറിയാത്തത് കൊണ്ട് ഹാഫ് ടൈം കഴിയാനായപ്പോഴേക്കും ഇങ്കിന്റെ ടീമിന്റെ മാർക്ക് വളരെ കുറവായിരുന്നു. ഇനിയും കളി ഈ ലെവലിലാണ് പോകുന്നതെങ്കിൽ 1 പോയിന്റ് എടുത്താലും ഓപ്പോസിറ്റ് ടീമായിരിക്കും ജയിക്കുക എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ എന്ന് ജിയയും പതുക്കെ കളിക്കാൻ ആരംഭിച്ചു. ഒരു വിധത്തിൽ കളിച്ച് ഇങ്കിന്റെ ടീം 1 പോയിന്റ് എടുത്തു. ഇവർ സന്തോഷിക്കുന്നതിനിടയിൽ ക്വിന്നിന്റെ ടീം 1 പോയിന്റ് എടുത്ത് മാച്ച് വിൻ ചെയ്തു. അതുകൊണ്ട് ജിയയ്ക്ക് വളരെ വിഷമമായി. എന്നാൽ ഇത്രയെങ്കിലും വരാൻ കഴിഞ്ഞല്ലോ എന്ന് ഇങ്കും അവളുടെ ടീമും സന്തോഷപ്പെട്ടു. ഈ മാച്ച് വിൻ ചെയ്ത ഇങ്കിന്റെ ഫ്യൂച്ചർ നന്നായേനെ എന്ന് ഫ്യൂച്ചറിലെ ബാവോ ആന്റി ജിയയോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ജയിച്ച ടീമിന് ചെറിയ എന്തോ പ്രൈസ് ആണ് കൊടുത്തത്. ഈ മാച്ചിൽ ഇങ്ക് കളിച്ചത് കൊണ്ട് അവൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയുടെ ഓണറിന്റെ മകൻ ഷിന് ഇങ്കിനെ വളരെ ഇഷ്ടമായി. അത് മാത്രമല്ല, ഷിൻ ഇങ്കിനെ പ്രേമിക്കാനും ആരംഭിച്ചു. ഈ ഷിൻ ഫ്യൂച്ചറിൽ ക്വിന്നിനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ക്വിൻ പണക്കാരിയായി മാറി സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഇപ്പോ ആ റൗഡികളുടെ ലീഡറിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതറിഞ്ഞ ജിയയും ഹോസ്പിറ്റലിലേക്ക് അവരെ കാണാൻ പോവും. അവിടെ ആ ലീഡറിന്റെ അച്ഛൻ അവനോട് നീ കാരണമാണ് അമ്മയ്ക്ക് അസുഖം വന്നത്, അമ്മയെ നല്ലപോലെ നോക്കാതെ വെറുതെ നാട് ചുറ്റി നടക്കുകയാണോ നിന്റെ ജോലി എന്നും പറഞ്ഞ് അവനെ വല്ലാതെ വഴക്കു പറഞ്ഞു. ജിയയും അവന്റെ അടുത്ത് ചെന്ന് ഒന്നുമില്ല,
വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോ അവനും ഞാൻ കാരണമാണ് അമ്മയ്ക്ക് സുഖമില്ലാതായത്, ഈ അവസ്ഥ വന്നത്, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയും. അപ്പോൾ ജിയയ്ക്കും ഒരു കാര്യം തോന്നി, ഞാൻ കാരണമാണ് എൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയത്. സോ ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ ഹാപ്പി ആയിട്ടിരുന്നേനെ. അമ്മ ഷിന്നെ കല്യാണം കഴിച്ച ഫ്യൂച്ചറിൽ ക്വിന്നെ പോലെ സന്തോഷമായിട്ടിരിക്കും. ഞാൻ ജനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷമാണ് വലുത് എന്ന് തീരുമാനിച്ച് ഇങ്കിനെയും ഷിന്നെയും ഒന്നിപ്പിക്കാൻ പ്ലാൻ ചെയ്യും. എന്നിട്ട് 2 സിനിമാ ടിക്കറ്റ് വാങ്ങി ഒന്ന് ഇങ്കിനും മറ്റേത് ഷിന്നിനും കൊടുത്ത് രണ്ടുപേരെയും തിയേറ്ററിലേക്ക് അയക്കും. എന്നാൽ ഇവരുടെ ഭാഗ്യക്കേട് കൊണ്ട് 7-ാം നമ്പർ സീറ്റും 9-ാം നമ്പർ സീറ്റും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. ഇവർക്ക് അടുത്തടുത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല. സോ ആ പ്ലാൻ ചീറ്റിപ്പോയി. ഇപ്പുറത്ത് ജിയയ്ക്കും ആ റൗഡി ലീഡറിനും ചെറിയൊരു ലവ് ട്രാക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തിയേറ്റർ പ്ലാൻ ചീറ്റിപ്പോയതുകൊണ്ട് ഇത്തവണ രണ്ടുപേരെയും ബോട്ടിങ്ങിന് ഒന്നിച്ചയച്ചിട്ട് പിന്നിൽ ജിയയും റൗഡി ലീഡറും ഒരു ബോട്ടിൽ പോവും. അവിടെ ഷിൻ ഇങ്കിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവിടെ ലീഡർ ജിയയെ കറക്റ്റ് ചെയ്യാനും നോക്കുന്നുണ്ട്. ഷിൻ ഇങ്കിനോട് എന്ത് സംസാരിച്ച് തുടങ്ങുമെന്ന പേടിയിൽ എന്തൊക്കെയോ കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ഓവറായിട്ട് കഴിച്ചത് കൊണ്ട് ഇവന് വയറുവേദന എടുക്കാനും തുടങ്ങി. ഇവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്കിന്റെ മുന്നിൽ നാണം കെടരുതെന്ന് വെച്ച് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അങ്ങനെ ഈ പ്ലാനും വേസ്റ്റ് ആയതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു പ്ലാൻ കണ്ടെത്തും. ഇവരുടെ ഫാക്ടറിയിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ആ ഫംഗ്ഷനിൽ ഫണ്ണി ആയിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്ത് ഇങ്കിനെ ഇംപ്രസ് ചെയ്യാമെന്നൊരു പ്ലാൻ തയ്യാറാക്കും. എന്നിട്ട് ഇവനോടൊപ്പം ജിയയും ചേർന്ന് ഫണ്ണിയായി ഓരോ പെർഫോമൻസ് ചെയ്യും. ഇത് കണ്ട ഇങ്കും നന്നായി ചിരിക്കുന്നുണ്ട്. എങ്ങനെയായാലും തൻ്റെ അമ്മ ഇപ്പോൾ സന്തോഷവതിയാണെന്നോർത്ത് ജിയയും സന്തോഷപ്പെട്ടു. അന്ന് രാത്രി ഇങ്കും ജിയയും ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് എൻജോയ് ചെയ്തു. ജിയയുടെ ബോധം പോയി. അടുത്ത ദിവസം രാവിലെ ജിയ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജിയയുടെ പാൻ്റ് എടുത്ത് അതിലെ ഓട്ടകള് ഇങ്കിരുന്ന് തുന്നുന്നത് ഇവള് കണ്ടു. അതും സാധാരണ തുന്നലല്ലാതെ ഫ്യൂച്ചറിൽ ജിയയുടെ പാൻറ് ഇങ്ക് തുന്നിക്കൊടുത്തിരുന്നത് പോലെ ഒരു ഡിസൈൻ വെച്ചാണ് തുന്നുന്നത്. ജിയ എഴുന്നേറ്റതും അവൾക്കൊരു ഷോക്ക് കൊടുക്കുന്നത് പോലെ ഇങ്ക് ഒരു ഇൻവിറ്റേഷൻ എടുത്തു കാണിച്ച്, എനിക്കും എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വെൻഡിയാനും 3 വർഷം മുൻപ് കല്യാണം കഴിഞ്ഞു, എന്നാൽ ഞങ്ങളത് ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞതും ജിയയ്ക്ക് ദേഷ്യം വന്ന്, നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് നിന്റെ ലൈഫിൽ ഒന്നും നന്നായി നടക്കാൻ പോകുന്നില്ല. നീ അയാളെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. വാ നമുക്ക് പോയി ഡിവോഴ്സ് വാങ്ങാമെന്നും പറഞ്ഞ് ഇങ്കിനെ പിടിച്ചു വലിക്കും. എന്നാൽ ഇങ്ക് വരില്ല എന്നും പറയും. അപ്പോൾ ഇവർക്കിടയിൽ നടന്ന ബഹളത്തിൽ ആ ഇൻവിറ്റേഷൻ കീറിപ്പോവും. ഇങ്ക് ജിയയോട്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? എനിക്കൊരു നല്ല ജീവിതം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവനെ കല്യാണം കഴിച്ചത്. നിനക്ക് ഞാൻ അവനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ജിയയെ ഇങ്ക് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവും. ഇപ്പോൾ അവിടെ ഇങ്കിന്റെ ഹസ്ബൻഡ് വിൻഡിയാനും വന്നു. അയാളെ കാണാൻ ജിയയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അയാളെ കണ്ടതും ഇതാണ് തൻ്റെ ഫ്യൂച്ചറിലെ അച്ഛനെന്ന് ജിയയ്ക്ക് മനസ്സിലായി. അവൾ സന്തോഷിച്ചു. ഇങ്ക് ജിയയെ വിൻഡിയാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു. 3 പേരും നന്നായി സംസാരിച്ചു. എന്നിട്ട്, വാ സമയമായി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഇപ്പോൾ എല്ലാവരോടും പറയാൻ സമയമായി എന്നും പറഞ്ഞ് വിൻഡിയാൻ ഇങ്കിനെയും കൂട്ടി സൈക്കിൾ അവിടുന്ന് പോവും. ഇത് കണ്ട ജിയയും താൻ വന്ന കാര്യം നടന്നു എന്ന് മനസ്സിലാക്കി നേരെ അവിടുന്ന് ആ റൗഡി ലീഡറിനെ പോയി കണ്ട്, ഞാൻ പോവാണ്, ഞാൻ വന്ന കാര്യം നടന്നു എന്ന് പറഞ്ഞതും അവന് തലയിൽ ഇടുത്തി വീണതുപോലെയായി. എന്നിട്ട്, എന്ത്, നീ പോവാണെന്നോ? എന്തിനാ നീ പോകുന്നേ? ഇവിടെ തന്നെ നിന്നൂടെ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഷിന്നും വരും. എന്നിട്ട്, ഇങ്ങനെ ഓൾറെഡി മാരേജ് ആയല്ലേ, എല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛൻ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതെന്നോട് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ എനിക്കതിൽ വലിയ താല്പര്യമില്ല. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പുതിയൊരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ അവിടേക്ക് ജാങ്ങും വരും. ഇവർ സംസാരിക്കുമ്പോഴാണ് ജാങ്, നിന്റെ പാൻറ്റിൽ എന്തിനാണ് ഇങ്ങനെ ബൊമ്മയുടെ ഡിസൈൻ തുന്നി വെച്ചത് എന്ന് ചോദിക്കും. അതിന് ജിയയും, ഇങ്കാണ് തുന്നി തന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പാൻറ് കീറുന്ന സമയത്ത് എൻ്റെ അമ്മ ഇതുപോലുള്ള പുതിയ പുതിയ ഡിസൈൻസ് പഠിച്ച് എൻ്റെ പാൻറ്റിൽ തുന്നി തരുമെന്ന് പറയും. അപ്പോഴാണ് ജിയയ്ക്കൊരു കാര്യം ഓർമ്മ വന്നത്. ആക്ച്വലി ജിയ ജനിച്ചതിന് ശേഷമാണ് ഇങ്ക് ഇതുപോലുള്ള ഡിസൈൻസ് തുന്നാൻ ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഇങ്കിന് ഇതുപോലുള്ള ഡിസൈൻ എങ്ങനെ തുന്നാൻ കഴിയുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇത്രയും നാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പാസ്റ്റിലെ ഇങ്കല്ല, തൻ്റെ അമ്മ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായത്.
എന്നിട്ട് കരഞ്ഞുകൊണ്ട് അമ്മയെ കാണാൻ വേണ്ടി ഓടിപ്പോവും. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ജിയ കാരണമാണ് അവളുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയത്. താൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ജിയ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ജിയ വിഷമിക്കുന്നത് കണ്ട് തന്റെ മകളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് ആ അമ്മയ്ക്ക് തോന്നി. ഇപ്പൊ ജിയ എങ്ങനെയാണോ ആ TV മൂലം ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയത്, അതുപോലെ ഇങ്കും ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് വന്നതാണ്. സത്യത്തിൽ ജിയ അവളുടെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വന്നതാണെന്ന് പറയുന്നതിന് പകരം ഇങ്കാണ് തന്റെ മകളെ സന്തോഷിപ്പിക്കാനായി പാസ്റ്റിലേക്ക് പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ക് ജിയെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നീ എൻ്റെ കസിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ജിയ സന്തോഷിക്കുന്നത് കണ്ട് ഓരോ നിമിഷവും ഇങ്കും സന്തോഷപ്പെട്ടു. അതുമാത്രമല്ല, അന്ന് വോളിബോൾ മാച്ചിന്റെ സമയത്ത് ഇങ്ക് ടീംമേറ്റ്സിനോട് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് നടത്തിയിരുന്നല്ലോ. അതിൽ അവൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാ, ജിയയുടെ അമ്മ വോളിബോൾ പ്ലെയർ ആണ്, ഇപ്പൊ അവർ മരിക്കാനായ അവസ്ഥയിലാണ്, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് എല്ലാവരും വിട്ടുകൊടുക്കാതെ കളിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇങ്ക് സന്തോഷിക്കുന്നത് പോലെ കാണിച്ച് ജിയയെ സന്തോഷപ്പെടുത്തി. അതുപോലെ ഇങ്ക് ഒരിക്കലും അവളുടെ മകളെ ഒരു ഭാരമായി കരുതിയിരുന്നില്ല. ചെറുപ്പത്തിൽ ജിയ പാൻറിൽ മൂത്രമൊഴിച്ചു വരുമ്പോൾ അത് ഇങ്കിന് നാണക്കേടാണെങ്കിൽ പോലും ജിയയോട് ഒരു ദേഷ്യവും തോന്നിയിരുന്നില്ല. അതുമാത്രമല്ല, ജിയയെ സ്കൂളിൽ അയച്ച ശേഷം ബസ്സിൽ പോകാതെ മകൾക്ക് വേണ്ടി പണം ലാഭിക്കാനായി നടന്നായിരുന്നു പോയിരുന്നത്. അതെല്ലാം മനസ്സിലാക്കിയ ജിയ നേരെ അവളുടെ അമ്മയുടെ അടുത്ത് ചെന്ന്, ഇതെന്റെ അമ്മയാണെന്ന് എനിക്കറിയാം, പ്ലീസ് എന്നെ വിട്ടു പോകരുത്, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞു. ഇങ്കൊരിക്കലും തൻ്റെ മകൾ തടിച്ചിയാണെന്നോ അവൾ പഠിക്കില്ലെന്നോ ഉള്ള ഒരു സങ്കടവും അവൾക്കില്ലായിരുന്നു. അവൾ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം എന്ന് മാത്രമേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതാണ് അവൾ ആഗ്രഹിച്ചതും. ഇത് ജിയയോട് പറയാതെ 2001 ഇങ്ക് മരിച്ചുപോയി. ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഇങ്ക് ആഗ്രഹിച്ച പോലെ ജിയ നന്നായി പഠിച്ച് വലിയ ആളായി, പുതിയൊരു കാറ് വാങ്ങി. എന്നാൽ ഇതൊന്നും കാണാൻ ഇങ്ക് ജീവനോടെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു അമ്മയുടെയും മകളുടെയും സ്നേഹം വളരെ ഇമോഷണലായി പറഞ്ഞ ഒരു സിനിമയാണിത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബായ്.